നാളെ നമ്മുടെ എക്സാം ആണ്. എക്സാമിന് പോകുന്നതിന് മുന്നേ ഒന്ന് ഓടിച്ചു നോക്കി പോകാവുന്ന തരത്തിൽ കറണ്ട് അഫയേഴ്സ് ചോദ്യോത്തര രൂപത്തിലാണ് ഇന്ന് തയ്യാറാക്കിയിട്ടുള്ളത്. ചോദ്യങ്ങൾ കേട്ട് ആൻസർ കണ്ട് അത് മനസ്സിലാക്കി പോവാം കേട്ടോ. ആൻസർ ഓപ്ഷൻസിൽ കാണുമ്പോൾ നമുക്ക് എലിമിനേറ്റ് ചെയ്യാനും അതുപോലെ ചൂസ് ചെയ്യാനായിട്ട് പറ്റുന്ന വിധത്തിലാണ് ഇവിടെ ചോദ്യം തയ്യാറാക്കിയിട്ടുള്ളത്. നോക്കി നമുക്ക് പഠിച്ചു പോവാം. പിന്നെ ശബ്ദം കുറവാണെന്ന് കമൻസിൽ കണ്ടു. ശബ്ദം പരിഹരിക്കാം കേട്ടോ. ശബ്ദത്തിന്റെ പ്രശ്നം നമ്മൾ ഉടനെ തന്നെ പരിഹരിക്കും. അപ്പോൾ തിരഞ്ഞെടുത്ത കറണ്ട് അഫയേഴ്സ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ OTT പ്ലാറ്റ്ഫോം. കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ OTT പ്ലാറ്റ്ഫോമാണ് സി സ്പേസ്. സി സ്പേസ് എന്നതാണ് കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ OTT പ്ലാറ്റ്ഫോം. OTT പ്ലാറ്റ്ഫോം ആദ്യമായി ആരംഭിച്ച സംസ്ഥാനം കേരളമാണ്. സി സ്പേസ് എന്ന ഈ ഒരു OTT പ്ലാറ്റ്ഫോം ആദ്യമായി ആരംഭിച്ച സംസ്ഥാനം കേരളമാണ്. കേരളം. ഇനി ഗുരുവായൂർ ദേവസ്വത്തിന്റെ ജ്ഞാനപ്പാന പുരസ്കാരം നേടിയ കവി. ജ്ഞാനപ്പാന പുരസ്കാരം ഗുരുവായൂർ ദേവസ്വത്തിന്റെ ജ്ഞാനപ്പാന പുരസ്കാരം നേടിയ കവി മധുസൂദനൻ നായരാണ്. വി മധുസൂദനൻ നായരാണ് ഗുരുവായൂർ ദേവസ്വത്തിന്റെ ജ്ഞാനപ്പാന പുരസ്കാരം നേടിയ കവി. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഏറ്റവും വേഗത്തിൽ റൺസ് നേടിയ താരമാണ് വിരാട് കോഹ്ലി. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഏറ്റവും വേഗത്തിൽ റൺസ് നേടിയ താരം എന്ന റെക്കോർഡ് നേടിയത് വിരാട് കോഹ്ലിയാണ്. തുർക്കി, സിറിയ രാജ്യങ്ങളുടെ ഭൂകമ്പ ബാധിത പ്രദേശങ്ങളിലെ രക്ഷാപ്രവർത്തനത്തിനുള്ള ഇന്ത്യൻ ദൗത്യമാണ് ഓപ്പറേഷൻ ദോസ്ത്. തുർക്കി, സിറിയ രാജ്യങ്ങളുടെ ഭൂകമ്പ ബാധിത പ്രദേശങ്ങളിലെ രക്ഷാപ്രവർത്തനത്തിനുള്ള ഇന്ത്യൻ ദൗത്യത്തിന്റെ പേരാണ് ഓപ്പറേഷൻ ദോസ്ത്. യൂട്യൂബിന്റെ പുതിയ മേധാവി നീൽ മോഹനാണ്. ഇന്ത്യൻ വംശജനായ നീൽ മോഹനാണ് യൂട്യൂബിന്റെ പുതിയ മേധാവി. T20 അന്താരാഷ്ട്ര ക്രിക്കറ്റ് മത്സരങ്ങളിൽ 3000 റൺസ് തികയ്ക്കുന്ന ആദ്യ ഇന്ത്യൻ വനിതാ താരമാണ് ഹർമൻപ്രീത് കൗർ. T20 അന്താരാഷ്ട്ര ക്രിക്കറ്റ് മത്സരങ്ങളിൽ 3000 റൺസ് തികയ്ക്കുന്ന ആദ്യ ഇന്ത്യൻ വനിതാ താരമാണ് ഹർമൻപ്രീത് കൗർ. T20 വനിതാ ലോകകപ്പ് കിരീടം നേടുന്നത് ഓസ്ട്രേലിയയാണ്. 2020 വനിതാ ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം നേടുന്നത് ഓസ്ട്രേലിയ. 2020 വനിതാ ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം നേടുന്നത് ഓസ്ട്രേലിയയാണ്. കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ OTT പ്ലാറ്റ്ഫോമാണ് സി സ്പേസ്. ഈ OTT പ്ലാറ്റ്ഫോം ആരംഭിച്ച ആദ്യ സംസ്ഥാനമാണ് കേരളം. ഗുരുവായൂർ ദേവസ്വത്തിന്റെ ജ്ഞാനപ്പാന പുരസ്കാരം നേടിയ കവിയാണ് മധുസൂദനൻ നായർ. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഏറ്റവും വേഗത്തിൽ റൺസ് നേടി എന്ന റെക്കോർഡ് നേടിയ താരമാണ് വിരാട് കോഹ്ലി. തുർക്കി, സിറിയ രാജ്യങ്ങളുടെ ഭൂകമ്പ ബാധിത പ്രദേശങ്ങളിലെ രക്ഷാപ്രവർത്തനത്തിനുള്ള ഇന്ത്യൻ ദൗത്യമാണ് ഓപ്പറേഷൻ ദോസ്ത്. തുർക്കി, സിറിയ രാജ്യങ്ങളുടെ ഭൂകമ്പ ബാധിത പ്രദേശങ്ങളിലെ രക്ഷാപ്രവർത്തനത്തിനുള്ള ഇന്ത്യൻ ദൗത്യമാണ് ഓപ്പറേഷൻ ദോസ്ത്. യൂട്യൂബിന്റെ പുതിയ മേധാവി ഇന്ത്യൻ വംശജനായ നീൽ മോഹനാണ്. T20 അന്താരാഷ്ട്ര ക്രിക്കറ്റ് മത്സരങ്ങളിൽ 3000 റൺസ് തികയ്ക്കുന്ന ആദ്യ ഇന്ത്യൻ വനിതാ താരമാണ് ഹർമൻപ്രീത് കൗർ. 2020 വനിതാ ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം നേടുന്നത് ഓസ്ട്രേലിയ. ഇനി സീവേജ് ക്ലീനിങ്ങിനായി റോബോട്ടുകളെ ഉപയോഗിക്കുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് കേരളം. ബണ്ടിക്കൂട്ട് എന്നാണ് ആ റോബോട്ടിന്റെ പേര് കേട്ടോ. ബണ്ടിക്കൂട്ട്. സീവേജ് ക്ലീനിങ്ങിനായി റോബോട്ടുകളെ ഉപയോഗിക്കുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം കേരളം. കേരള ബ്ലാസ്റ്റേഴ്സ് ഫുട്ബോൾ ടീമിന്റെ ബ്രാൻഡ് അംബാസിഡറാണ് ആരാണ്? സഞ്ജു സാംസൺ. കേരള ബ്ലാസ്റ്റേഴ്സ് ഫുട്ബോൾ ടീമിന്റെ ബ്രാൻഡ് അംബാസിഡർ സഞ്ജു സാംസൺ ആണ്. 2023 അക്ബർ കക്കട്ടിൽ അവാർഡ് ലഭിച്ചത് ആർക്കാണ്? സുഭാഷ് ചന്ദ്രന്റെ സമുദ്രശീലയാണ് കേട്ടോ. സമുദ്രശീല എന്ന കൃതിക്കാണ് അക്ബർ കക്കട്ടിൽ അവാർഡ് 2023 ലഭിച്ചിട്ടുള്ളത്. 15ാമത് ലോകകപ്പ് ഹോക്കി മത്സരത്തിന്റെ ഭാഗ്യചിഹ്നം ഒലി എന്ന ആമ. 15ാമത് ലോകകപ്പ് ഹോക്കി മത്സരം നടന്നത് ഇന്ത്യയിൽ വെച്ചാണ് നടന്നത്.
കിരീടം നേടിയത് ജർമ്മനിയാണ് കേട്ടോ. കിരീടം നേടിയത് ജർമ്മനിയാണ്. ആതിഥേയത്വം വഹിച്ചത് ഇന്ത്യയാണ്. 15ാമത് ലോകകപ്പ് ഹോക്കി മത്സരത്തിന്റെ വേദി ഇന്ത്യയും കിരീടം നേടുന്നത് ജർമ്മനിയുമാണ്. ഭാഗ്യചിഹ്നം ഒലി എന്ന ആമയാണ്. ഒലി എന്ന ആമ. ഇന്ത്യയും ഈജിപ്തും ചേർന്നുള്ള സംയുക്ത സൈനിക പരിശീലനമാണ് സൈക്ലോൺ 1. ഇന്ത്യയും ഈജിപ്തും ചേർന്നുള്ള സംയുക്ത സൈനിക പരിശീലനത്തിന്റെ പേരാണ് സൈക്ലോൺ 1. സൈക്ലോൺ 1. ഇന്ത്യയും ഈജിപ്തും ചേർന്നുള്ള സംയുക്ത സൈനിക പരിശീലനമാണ് സൈക്ലോൺ 1. ഇന്ത്യയും ജപ്പാനും സംയുക്തമായി നടത്തിയ വ്യോമ അഭ്യാസമാണ് വിഗാർഡിയൻ 2023. ഇന്ത്യയും ജപ്പാനും സംയുക്തമായി നടത്തിയ വ്യോമ അഭ്യാസമാണ് വിഗാർഡിയൻ 2023. പ്രഥമ അണ്ടർ 19 വനിതാ 2020 ലോകകപ്പിൽ ജേതാക്കളായത് ഇന്ത്യയാണ്. പ്രഥമ അണ്ടർ 19 വനിതാ 2020 ലോകകപ്പിൽ ജേതാക്കളായത് ഇന്ത്യയാണ്. 2022 ഓടക്കുഴൽ അവാർഡ് ലഭിച്ചിട്ടുള്ളത് അംബികാസുധൻ മാങ്ങാടിനാണ്. 2022 ഓടക്കുഴൽ അവാർഡ് അംബികാസുധൻ മാങ്ങാട്. 2022 ഓടക്കുഴൽ അവാർഡ് അംബികാസുധൻ മാങ്ങാടിനാണ് കേട്ടോ. അംബികാസുധൻ മാങ്ങാട്. പ്രാണവായു എന്ന കവിതാ സമാഹാരത്തിനാണ് അവാർഡ് ലഭിച്ചിട്ടുള്ളത്. നമുക്കൊന്നുകൂടെ പറഞ്ഞു പോവാം. സീവേജ് ക്ലീനിങ്ങിനായി റോബോട്ടുകളെ ഉപയോഗിക്കുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം കേരളമാണ്. സീവേജ് ക്ലീനിങ്ങിനായി റോബോട്ടുകളെ ഉപയോഗിക്കുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം കേരളമാണ്. ബണ്ടിക്കൂട്ട് എന്നാണ് റോബോട്ടിന്റെ പേര്. കേരള ബ്ലാസ്റ്റേഴ്സ് ഫുട്ബോൾ ടീമിന്റെ ബ്രാൻഡ് അംബാസിഡർ സഞ്ജു സാംസൺ ആണ്. കേരള ബ്ലാസ്റ്റേഴ്സ് ഫുട്ബോൾ ടീമിന്റെ ബ്രാൻഡ് അംബാസിഡർ സഞ്ജു സാംസൺ. 2023 അക്ബർ കക്കട്ടിൽ അവാർഡ് സുഭാഷ് ചന്ദ്രനാണ്. കൃതി സമുദ്രശില. 15ാമത് ലോകകപ്പ് ഹോക്കി മത്സരത്തിന്റെ ഭാഗ്യ ചിഹ്നമാണ് ഒലി എന്ന ആമ. ഇന്ത്യയിൽ വെച്ചാണ് നടന്നത്. ജർമ്മനിയാണ് കിരീടം നേടിയത്. ഇന്ത്യയും ഈജിപ്തും ചേർന്നുള്ള സംയുക്ത സൈനിക പരിശീലനമാണ് സൈക്ലോൺ 1. ഇന്ത്യയും ജപ്പാനും സംയുക്തമായി നടത്തിയ വ്യോമ അഭ്യാസമാണ് വിഗാർഡിയൻ 2023. പ്രഥമ അണ്ടർ 19 വനിതാ 2020 ലോകകപ്പിൽ ജേതാക്കളായത് ഇന്ത്യയാണ്. 2022 ഓടക്കുഴൽ അവാർഡ് അംബികാസുധൻ മാങ്ങാടിനാണ്. പ്രാണവായു എന്ന കവിതാ സമാഹാരത്തിന്. അടുത്തത് 61ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ സ്വർണം നേടിയത് കോഴിക്കോടാണ്. 61ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ സ്വർണം നേടിയത് കോഴിക്കോടാണ്. 2023 ഹരിവരാസനം പുരസ്കാരം ശ്രീകുമാരൻ തമ്പിക്കാണ്. ഹരിവരാസനം പുരസ്കാരം നേടിയത് ശ്രീകുമാരൻ തമ്പി. ഇന്ത്യയിലെ ആദ്യ ഗോൾഡ് എ ടി എം ഹൈദരാബാദിലാണ്. ഇന്ത്യയിലെ ആദ്യ ഗോൾഡ് ATM ഹൈദരാബാദിലാണ്. പരീക്ഷാകാലത്തെ കുട്ടികളിലെ മാനസിക സംഘർഷം ലഘൂകരിക്കുന്നതിനായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം തയ്യാറാക്കിയ സൗജന്യ കൗൺസിലിംഗ് സംവിധാനമാണ് മനോദർപ്പൺ. പരീക്ഷാകാലത്തെ കുട്ടികളിലെ മാനസിക സംഘർഷം ലഘൂകരിക്കുന്നതിനായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം തയ്യാറാക്കിയ സൗജന്യ കൗൺസിലിംഗ് സംവിധാനമാണ് മനോദർപ്പൺ. സാംസ്കാരിക വകുപ്പിന്റെ തകഴി പുരസ്കാരം നേടിയത് M. മുകുന്ദനാണ്. 2023 സാംസ്കാരിക വകുപ്പിന്റെ തകഴി പുരസ്കാരം നേടിയത് M. മുകുന്ദൻ. ഭാരത് പെട്രോളിയത്തിന്റെ പുതിയ ചെയർമാനാണ് G. കൃഷ്ണകുമാർ ആണ് ഭാരത് പെട്രോളിയത്തിന്റെ പുതിയ ചെയർമാൻ. G. കൃഷ്ണകുമാർ. 61ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ സ്വർണം നേടിയത് കോഴിക്കോടാണ്. 2023 ഹരിവരാസനം പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് ശ്രീകുമാരൻ തമ്പിക്കാണ്. ഇന്ത്യയിലെ ആദ്യ ഗോൾഡ് ATM നിലവിൽ വന്നത് ഹൈദരാബാദാണ്. ഇന്ത്യയിലെ ആദ്യ ഗോൾഡ് ATM ഹൈദരാബാദാണ്. പരീക്ഷാകാലത്തെ കുട്ടികളിലെ മാനസിക സംഘർഷം ലഘൂകരിക്കുന്നതിനായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം തയ്യാറാക്കിയ സൗജന്യ കൗൺസിലിംഗ് സംവിധാനമാണ് മനോദർപ്പൺ. സാംസ്കാരിക വകുപ്പിന്റെ തകഴി പുരസ്കാരം M. മുകുന്ദൻ. ഭാരത് പെട്രോളിയത്തിന്റെ പുതിയ ചെയർമാൻ G. കൃഷ്ണകുമാർ. ഫിഫയുടെ അന്താരാഷ്ട്ര ഫുട്ബോൾ റാങ്കിങ്ങിൽ 1ാം സ്ഥാനം നേടിയത് അർജന്റീന. ഫിഫയുടെ അന്താരാഷ്ട്ര ഫുട്ബോൾ റാങ്കിങ്ങിൽ 1ാം സ്ഥാനം അർജന്റീനയ്ക്കാണ്.
ഇന്ത്യയുടെ റാങ്ക് 101 101. ഫിഫ റാങ്കിങ്ങിൽ ഇന്ത്യയുടെ റാങ്ക് 101. ഫിഫയുടെ അന്താരാഷ്ട്ര ഫുട്ബോൾ റാങ്കിങ്ങിൽ അർജന്റീനയ്ക്കാണ് 1-ാം സ്ഥാനം. ഇന്ത്യയുടെ റാങ്ക് 101. പൂർണ്ണമായും വൈദ്യുതീകരിച്ച റെയിൽവേ ശൃംഖലയുള്ള ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം. പൂർണ്ണമായും വൈദ്യുതീകരിച്ച റെയിൽവേ ശൃംഖലയുള്ള ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമാണ് ഹരിയാന. സ്ത്രീകളുടെ സ്വയം രക്ഷയ്ക്കും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനുമായി കുടുംബശ്രീയും സ്പോർട്സ് കേരള ഫൗണ്ടേഷനും സംയുക്തമായി ആരംഭിച്ച പദ്ധതിയാണ് ധീരം പദ്ധതി. സ്ത്രീകളുടെ സ്വയരക്ഷയ്ക്കും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനുമായി കുടുംബശ്രീയും സ്പോർട്സ് കേരള ഫൗണ്ടേഷനും സംയുക്തമായി ആരംഭിച്ച പദ്ധതിയാണ് ധീരം പദ്ധതി. രാജ്യത്തെ ആദ്യ പൊതുജനാരോഗ്യ മ്യൂസിയം കൊൽക്കത്തയിലാണ്. രാജ്യത്തെ ആദ്യ പൊതുജനാരോഗ്യ മ്യൂസിയം കൊൽക്കത്തയിലാണ്. 2023 ലോക ചെസ് ചാമ്പ്യൻഷിപ്പിന്റെ വേദി ഖസാക്കിസ്ഥാൻ. 2023 ലോക ചെസ് ചാമ്പ്യൻഷിപ്പിന്റെ വേദി ഖസാക്കിസ്ഥാനാണ്. 2023 അണ്ടർ 20 ഫുട്ബോൾ ലോകകപ്പിന്റെ വേദി അർജന്റീന. 2023 അണ്ടർ 20 ഫുട്ബോൾ ലോകകപ്പിന്റെ വേദി അർജന്റീന. രാജ്യത്തെ ആദ്യ പൊതുജനാരോഗ്യ മ്യൂസിയം കൊൽക്കത്തയിലാണ്. 2023 ലോക ചെസ് ചാമ്പ്യൻഷിപ്പിന്റെ വേദി ഖസാക്കിസ്ഥാനാണ്. 2023 അണ്ടർ 20 ഫുട്ബോൾ ലോകകപ്പിന്റെ വേദി അർജന്റീനയാണ്. ഫിഫയുടെ അന്താരാഷ്ട്ര ഫുട്ബോൾ റാങ്കിങ്ങിൽ 1-ാം സ്ഥാനം അർജന്റീന. ഇന്ത്യയുടെ റാങ്ക് 101. പൂർണ്ണമായും വൈദ്യുതീകരിച്ച റെയിൽവേ ശൃംഖലയുള്ള ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഹരിയാനയാണ്. സ്ത്രീകളുടെ സ്വയരക്ഷയ്ക്കും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനുമായി കുടുംബശ്രീയും സ്പോർട്സ് കേരള ഫൗണ്ടേഷനും സംയുക്തമായി ആരംഭിച്ച പദ്ധതിയാണ് ധീരം പദ്ധതി. രാജ്യത്തെ പൊതുജനാരോഗ്യ മ്യൂസിയം കൊൽക്കത്തയിലാണ്. 2023 ലോക ചെസ് ചാമ്പ്യൻഷിപ്പിന്റെ വേദി ഖസാക്കിസ്ഥാനാണ്. 2023 അണ്ടർ 20 ഫുട്ബോൾ ലോകകപ്പിന്റെ വേദി അർജന്റീന. അടുത്തത്, ലോക ബാങ്കിന്റെ ലോജിസ്റ്റിക്സ് പെർഫോമൻസ് സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 38. ലോക ബാങ്കിന്റെ ലോജിസ്റ്റിക്സ് ആൻഡ് പെർഫോമൻസ് സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 38. രാജ്യത്തെ ആദ്യ ഡിജിറ്റൽ സയൻസ് പാർക്ക് തിരുവനന്തപുരം ജില്ലയിലാണ്. രാജ്യത്തെ ആദ്യ ഡിജിറ്റൽ സയൻസ് പാർക്ക് തിരുവനന്തപുരം ജില്ലയിലാണ്. ആഭ്യന്തര യുദ്ധം രൂക്ഷമായ സുഡാനിൽ നിന്ന് ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കുന്നതിനുള്ള കേന്ദ്ര സർക്കാരിന്റെ രക്ഷാദൗത്യമാണ് ഓപ്പറേഷൻ കാവേരി. ആഭ്യന്തര യുദ്ധം രൂക്ഷമായ സുഡാനിൽ നിന്ന് ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കുന്നതിനുള്ള കേന്ദ്ര സർക്കാരിന്റെ രക്ഷാദൗത്യമാണ് ഓപ്പറേഷൻ കാവേരി. സംസ്കാര സാഹിതി ഏർപ്പെടുത്തിയ പ്രഥമ പ്രേം നസീർ പുരസ്കാരം നടൻ മധുവിനാണ് ലഭിച്ചിട്ടുള്ളത്. സംസ്കാര സാഹിതി ഏർപ്പെടുത്തിയ പ്രഥമ പ്രേം നസീർ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് നടൻ മധുവിനാണ്. ഇന്ത്യൻ സൂപ്പർ കപ്പ് ഫുട്ബോൾ കിരീടം ഒഡീഷ എഫ്.സിക്കാണ്. ഇന്ത്യൻ സൂപ്പർ കപ്പ് ഫുട്ബോൾ കിരീടം ഒഡീഷ എഫ്.സിക്കാണ്. 2023 പത്മപ്രഭ പുരസ്കാരം നേടിയ എഴുത്തുകാരൻ സുഭാഷ് ചന്ദ്രനാണ്. 2023 പത്മപ്രഭ പുരസ്കാരം നേടിയ എഴുത്തുകാരൻ സുഭാഷ് ചന്ദ്രനാണ്. LIC ഓഫ് ഇന്ത്യയുടെ ചെയർമാനാണ് സിദ്ധാർത്ഥ മൊഹന്തി. LIC ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ സിദ്ധാർത്ഥ മൊഹന്തിയാണ്. ലോക ബാങ്കിന്റെ ലോജിസ്റ്റിക്സ് പെർഫോമൻസ് സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 38. രാജ്യത്തെ ആദ്യ ഡിജിറ്റൽ സയൻസ് പാർക്ക് തിരുവനന്തപുരം ജില്ലയിലാണ്. ആഭ്യന്തര യുദ്ധം രൂക്ഷമായ സുഡാനിൽ നിന്ന് ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കുന്നതിനുള്ള കേന്ദ്ര സർക്കാരിന്റെ രക്ഷാദൗത്യമാണ് ഓപ്പറേഷൻ കാവേരി. സംസ്കാര സാഹിതി ഏർപ്പെടുത്തിയ പ്രഥമ പ്രേം നസീർ പുരസ്കാരം നടൻ മധുവിനാണ്. ഇന്ത്യൻ സൂപ്പർ കപ്പ് ഫുട്ബോൾ കിരീടം ഒഡീഷ എഫ്.സിക്കാണ്. 2023 പത്മപ്രഭ പുരസ്കാരം എഴുത്തുകാരൻ സുഭാഷ് ചന്ദ്രനാണ് ലഭിച്ചിട്ടുള്ളത്. LIC ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ സിദ്ധാർത്ഥ മൊഹന്തി. അടുത്തത്, മലപ്പുറം താനൂർ ബോട്ടപകടത്തെക്കുറിച്ച് അന്വേഷിക്കുന്ന ജുഡീഷ്യൽ കമ്മീഷനാണ് VK മോഹൻ കമ്മീഷൻ. മലപ്പുറം താനൂർ ബോട്ടപകടത്തെക്കുറിച്ച് അന്വേഷിക്കുന്ന ജുഡീഷ്യൽ കമ്മീഷനാണ് VK മോഹൻ കമ്മീഷൻ. സംസ്ഥാനത്തെ ആദ്യത്തെ സിനി ടൂറിസം പദ്ധതി തിരുവനന്തപുരം ജില്ലയിലാണ്. തിരുവനന്തപുരം ജില്ലയിലെ വെള്ളായണി. സംസ്ഥാനത്തെ ആദ്യത്തെ സിനി ടൂറിസം പദ്ധതി തിരുവനന്തപുരം ജില്ലയിലെ വെള്ളായണിയിലാണ്.
വേൾഡ് എക്കണോമിക് ഫോറം പുറത്തിറക്കിയ ആഗോള ലിംഗസമത്വ സൂചികയിൽ ഒന്നാം സ്ഥാനത്ത് ഐസ്ലൻഡ്. ഇന്ത്യക്ക് 127-ാം സ്ഥാനമാണുള്ളത്. വേൾഡ് എക്കണോമിക് ഫോറം പുറത്തിറക്കിയ ആഗോള ലിംഗസമത്വ സൂചികയിൽ ഒന്നാം സ്ഥാനത്ത് ഐസ്ലൻഡ് ആണ്. ഇന്ത്യക്ക് 127-ാം സ്ഥാനമാണുള്ളത്. കേരള ഒളിമ്പിക്സ് അസോസിയേഷന്റെ സ്പോർട്സ്മാൻ ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയത് എച്ച്.എസ്. പ്രണോയ് ആണ്. എച്ച്.എസ്. പ്രണോയ് ബാഡ്മിന്റൺ താരമാണെന്ന് കൂടി ഓർത്തിരിക്കുക കേട്ടോ. ബാഡ്മിന്റൺ താരം എച്ച്.എസ്. പ്രണോയ് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബാഡ്മിന്റൺ. കേരള ഒളിമ്പിക്സ് അസോസിയേഷന്റെ സ്പോർട്സ്മാൻ ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയത് ബാഡ്മിന്റൺ താരമായ എച്ച്.എസ്. പ്രണോയ് ആണ്. ഇന്ത്യയുടെ വിദേശ രഹസ്യാന്വേഷണ ഏജൻസി റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്, അതായത് റോയുടെ മേധാവിയാണ് രവി സിൻഹ IPS. രവി സിൻഹ IPS. ഇന്ത്യയുടെ വിദേശ രഹസ്യാന്വേഷണ ഏജൻസിയായ റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്ങിന്റെ റോയുടെ മേധാവി രവി സിൻഹ IPS ആണ്. ഏഷ്യൻ പുരുഷ കബഡി ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയത് ഇന്ത്യയാണ്. ഏഷ്യൻ പുരുഷ കബഡി ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയത് ഇന്ത്യ. സാഫ് കപ്പ് ഫുട്ബോൾ കിരീടം നേടിയതും ഇന്ത്യയാണ്. ഏഷ്യൻ പുരുഷ കബഡി ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയതും ഇന്ത്യയാണ്. അപ്പൊ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? മലപ്പുറം താനൂർ ബോട്ടപകടത്തെ കുറിച്ച് അന്വേഷിക്കുന്ന ജുഡീഷ്യൽ കമ്മീഷന്റെ പേര് VK മോഹൻ കമ്മീഷൻ ആണ്. സംസ്ഥാനത്തെ ആദ്യത്തെ സിനി ടൂറിസം പദ്ധതി വെള്ളായണിയിലാണ്. തിരുവനന്തപുരം ജില്ലയിലെ വെള്ളായണിയിലാണ്. വേൾഡ് എക്കണോമിക് ഫോറം പുറത്തിറക്കിയ ആഗോള ലിംഗസമത്വ സൂചികയിൽ ഒന്നാം സ്ഥാനം ഐസ്ലൻഡിനും ഇന്ത്യക്ക് 127-ാം സ്ഥാനവുമാണ് ലഭിച്ചിട്ടുള്ളത്. കേരള ഒളിമ്പിക്സ് അസോസിയേഷന്റെ സ്പോർട്സ്മാൻ ഓഫ് ദി ഇയർ പുരസ്കാരം ബാഡ്മിന്റൺ താരമായ എച്ച്.എസ്. പ്രണോയ്ക്കാണ് ലഭിച്ചിട്ടുള്ളത്. എച്ച്.എസ്. പ്രണോയ്. ഇന്ത്യയുടെ വിദേശ രഹസ്യാന്വേഷണ ഏജൻസിയായ റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ് റോയുടെ മേധാവി രവി സിൻഹ IPS ആണ്. രവി സിൻഹ IPS. ഏഷ്യൻ പുരുഷ കബഡി ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയത് ഇന്ത്യ. സാഫ് കപ്പ് ഫുട്ബോൾ കിരീടം നേടിയതും ഇന്ത്യയാണ്. അടുത്തത്, ഇന്ത്യൻ സീനിയർ വനിതാ ക്രിക്കറ്റ് ടീമിലെത്തുന്ന ആദ്യ മലയാളിയാണ് മിന്നു മണി. ഇന്ത്യൻ സീനിയർ വനിതാ ക്രിക്കറ്റ് ടീമിലെത്തുന്ന ആദ്യ മലയാളിയാണ് മിന്നു മണി. വയനാട് സ്വദേശിയായിട്ടുള്ള മിന്നു മണിയാണ് ഏഷ്യൻ സീനിയർ വനിതാ ക്രിക്കറ്റ് ടീമിലെത്തുന്ന ആദ്യ മലയാളി. ഹെൻലി അന്താരാഷ്ട്ര പാസ്പോർട്ട് സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 8 ആണ്. ഹെൻലി അന്താരാഷ്ട്ര പാസ്പോർട്ട് സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 8 ആണ്. മലയാള ചലച്ചിത്ര മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള JC ഡാനിയൽ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് സംവിധായകൻ TV ചന്ദ്രനാണ്. TV ചന്ദ്രൻ. 2023 മലയാള ചലച്ചിത്ര മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കായുള്ള JC ഡാനിയൽ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് സംവിധായകൻ TV ചന്ദ്രനാണ്. കേരളത്തിലെ ഡ്രൈവിംഗ് സ്കൂളുകളിൽ വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധനയാണ് ഓപ്പറേഷൻ സ്റ്റെപ്പിനി. കേരളത്തിലെ ഡ്രൈവിംഗ് സ്കൂളുകളിൽ വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധനയാണ് ഓപ്പറേഷൻ സ്റ്റെപ്പിനി. 2023 ഇന്റർനാഷണൽ വൈറ്റ് വാട്ടർ കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പിന്റെ വേദിയാണ് കോഴിക്കോട്. 2023 ഇന്റർനാഷണൽ വൈറ്റ് വാട്ടർ കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പിന്റെ വേദി കോഴിക്കോടാണ്. ICC പുരുഷ ഏകദിന ലോകകപ്പ് ജേതാക്കളാണ് ഓസ്ട്രേലിയ. ICC പുരുഷ ഏകദിന ലോകകപ്പ് ജേതാക്കൾ ഓസ്ട്രേലിയ. ലോകകപ്പിന്റെ ഗ്ലോബൽ അംബാസിഡർ ആണ് സച്ചിൻ തെണ്ടുൽക്കർ. 19th ഏഷ്യൻ ഗെയിംസിന്റെ വേദി 19th ഏഷ്യൻ ഗെയിംസിന്റെ വേദി ചൈനയാണ്. മെഡൽ ടേബിളിൽ ഒന്നാമതെത്തിയത് ചൈനയാണ്. 383 മെഡലുകളുമായി മെഡൽ ടേബിളിൽ ഒന്നാമതെത്തിയതും ചൈനയാണ്. 4ാം സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത്. 107 മെഡലുകളുമായി ഇന്ത്യയാണ് 4ാം സ്ഥാനത്ത് ഉള്ളത്. 19th ഏഷ്യൻ ഗെയിംസിന്റെ വേദി ചൈനയാണ്. 1ാം സ്ഥാനവും ചൈനയ്ക്കാണ്. 4ാമത് ഇന്ത്യയാണ്. 107 മെഡലുകളുമായി 19th ഏഷ്യൻ ഗെയിംസിൽ 4ാം സ്ഥാനത്താണ് ഇന്ത്യയുള്ളത്. അപ്പൊ നമ്മൾ എന്തൊക്കെയാ പറഞ്ഞത്? ഇന്ത്യൻ സീനിയർ വനിതാ ക്രിക്കറ്റ് ടീമിലെത്തുന്ന ആദ്യ മലയാളിയാണ് മിന്നു മണി. ഹെൻലി അന്താരാഷ്ട്ര പാസ്പോർട്ട് സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 8ാം സ്ഥാനമാണ്. മലയാള ചലച്ചിത്ര മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള 2023 JC ഡാനിയൽ പുരസ്കാരം ലഭിക്കുന്നത് സംവിധായകൻ TV ചന്ദ്രനാണ്. കേരളത്തിലെ ഡ്രൈവിംഗ് സ്കൂളുകളിൽ വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധനയാണ് ഓപ്പറേഷൻ സ്റ്റെപ്പിനി.
2023 ഇന്റർനാഷണൽ വൈറ്റ് വാട്ടർ കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പിന്റെ വേദിയാണ് കോഴിക്കോട്. ICC പുരുഷ ഏകദിന ലോകകപ്പ് ജേതാക്കളാണ് ഓസ്ട്രേലിയ. ലോകകപ്പിന്റെ ഗ്ലോബൽ അംബാസിഡറാണ് സച്ചിൻ തെണ്ടുൽക്കർ. 19ാം ഏഷ്യൻ ഗെയിംസിന്റെ വേദി ചൈനയാണ്. 383 മെഡലുകളുമായി ചൈന തന്നെയാണ് ഒന്നാമതെത്തിയിട്ടുള്ളത്. 107 മെഡലുകളുമായി ഇന്ത്യ 4ാം സ്ഥാനത്തുമാണ് ഉള്ളത്. അടുത്തത് ആദിത്യ L1 മിഷൻ. സൂര്യനെ അടുത്തറിയാനും വിവരങ്ങൾ ശേഖരിക്കാനുമായിട്ടുള്ള ഇന്ത്യയുടെ ആദ്യത്തെ സൗര ദൗത്യമാണ് ആദിത്യ L1 മിഷൻ. വിക്ഷേപിച്ച തീയതി ആദിത്യ L1 വിക്ഷേപിച്ചത് 2023 സെപ്റ്റംബർ 2-നാണ്. 2023 സെപ്റ്റംബർ 2. വിക്ഷേപണ വാഹനം PSLV C-57 ആണ്. വിക്ഷേപണ വാഹനം PSLV C-57. പ്രൊജക്ട് ഡയറക്ടർ നിഗർ ഷാജിയാണ് പ്രൊജക്ട് ഡയറക്ടർ. മിഷൻ ഡയറക്ടർ SR ബിജു ആണ്. ലക്ഷ്യസ്ഥാനത്ത് എത്തിയ ദിവസം 2024 ജനുവരി 6 ആണ്. ആദിത്യ L1 ലക്ഷ്യസ്ഥാനത്ത് എത്തിയ ദിവസം 2024 ജനുവരി 6 ആണ്. ലഗ്രാഞ്ചെ പോയിന്റ് 1ലേക്കുള്ള ദൂരം 15 ലക്ഷം കിലോമീറ്റർ ആണ്. 15 ലക്ഷം കിലോമീറ്റർ ആണ് ലഗ്രാഞ്ചെ പോയിന്റിലേക്കുള്ള ദൂരം. എന്തൊക്കെയാ പറഞ്ഞത്? ആദിത്യ L1 മിഷൻ ഇന്ത്യയുടെ ആദ്യത്തെ സൗര ദൗത്യമാണെന്ന് പറഞ്ഞു. വിക്ഷേപിച്ച തീയതി 2023 സെപ്റ്റംബർ 2-ആണ്. വിക്ഷേപണ വാഹനം PSLV C-57 ആണ്. പ്രൊജക്ട് ഡയറക്ടർ നിഗർ ഷാജി. മിഷൻ ഡയറക്ടർ SR ബിജു ആണ്. പ്രൊജക്ട് ഡയറക്ടർ നിഗർ ഷാജിയുമാണ്. ലക്ഷ്യസ്ഥാനത്ത് എത്തിയത് 2024 ജനുവരി 6-നാണ്. 2024 ജനുവരി 6-നാണ്. ലഗ്രാഞ്ചെ പോയിന്റ് 1ലേക്കുള്ള ദൂരം 15 ലക്ഷം കിലോമീറ്റർ ആണ്. ഇനി ചാന്ദ്രയാൻ 3. ISROയുടെ മൂന്നാമത്തെ ചാന്ദ്ര പര്യവേഷണ ദൗത്യമാണ് ചാന്ദ്രയാൻ 3 അല്ലെങ്കിൽ ചാന്ദ്രയാൻ 3. വിക്ഷേപിച്ചത് 2023 ജൂലൈ 14-നാണ്. 2023 ജൂലൈ 14-നാണ്. വിക്ഷേപണ വാഹനം LVM-3M4 ആണ്. LVM-3M4 അതായത് ലോഞ്ച് വെഹിക്കിൾ മാർക്ക് 3 M4 ആണ്. ലോഞ്ച് വെഹിക്കിൾ മാർക്ക് 3 M4 ആണ്. ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ എത്തിയത് ചാന്ദ്രയാൻ 3 ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ എത്തിയത് 2023 ഓഗസ്റ്റ് 5-നാണ്. 2023 ഓഗസ്റ്റ് 5-നാണ്. ലാൻഡ് ചെയ്ത ദിവസം 2023 ഓഗസ്റ്റ് 23-ആണ്. ലാൻഡ് ചെയ്ത ദിവസം 2023 ഓഗസ്റ്റ് 23-നാണ്. ചാന്ദ്രയാൻ 2 ചന്ദ്രോപരിതലത്തെ സ്പർശിച്ച സ്ഥലമാണ് അല്ലെങ്കിൽ ആ ഒരു പോയിന്റ് ആണ് തിരങ്ക എന്നത്. ചാന്ദ്രയാൻ 2 ചന്ദ്രോപരിതലത്തെ സ്പർശിച്ച സ്ഥലത്തിന്റെ പേര് അല്ലെങ്കിൽ ആ ഒരു പോയിന്റിനെയാണ് തിരങ്ക എന്ന് വിളിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഈ 2 പോയിന്റും പ്രഖ്യാപിച്ചിട്ടുള്ളത് കേട്ടോ. ചാന്ദ്രയാൻ 3 സ്പർശിച്ചത് ശിവശക്തി പോയിന്റ് ആണ്. ചാന്ദ്രയാൻ 2 തിരങ്കയുമാണ്. ഓക്കെ. ചാന്ദ്രയാൻ 3-ൽ 7 പേലോഡുകളാണ് ഉണ്ടായിരുന്നത്. ചാന്ദ്രയാൻ 3-ൽ 7 പേലോഡുകളാണ് ഉണ്ടായിരുന്നത്. ചാന്ദ്രയാൻ 3 ലാൻഡ് ചെയ്ത ദിവസമായിട്ടുള്ള ഓഗസ്റ്റ് 23 ദേശീയ ബഹിരാകാശ ദിനമായിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ദേശീയ ബഹിരാകാശ ദിനം എപ്പോഴാണ്? ഓഗസ്റ്റ് 23 ആണ് കേട്ടോ. ദേശീയ ബഹിരാകാശ ദിനം ഓഗസ്റ്റ് 23. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ആദ്യമായി പേടകമിറക്കിയത് ഇന്ത്യയാണ്. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ആദ്യമായി പേടകമിറക്കിയത് ഇന്ത്യയാണ്. ദേശീയ ബഹിരാകാശ ദിനം ഓഗസ്റ്റ് 23 ആണ്. ഓക്കെ. ഇനി ചാന്ദ്രയാൻ 2 വിക്ഷേപണ വാഹനം GSLV മാർക്ക് 3 M1 ആണ്. GSLV മാർക്ക് 3 M1 ആണ് ചാന്ദ്രയാൻ 2ന്റെ വിക്ഷേപണ വാഹനം. ചാന്ദ്രയാൻ 3ന്റെ LMV-3 M4 ആണ്. LMV-3 M4. ചാന്ദ്രയാൻ 2ന്റേത് GSLV മാർക്ക് 3 M1. വിക്ഷേപണ തീയതി 2019 ജൂലൈ 22. ചാന്ദ്രയാൻ 2ന്റെ വിക്ഷേപണ തീയതി 2019 ജൂലൈ 22 ആണ്. ചാന്ദ്രയാൻ 2 ക്രാഷ് ലാൻഡ് ചെയ്ത ദിവസം 2019 സെപ്റ്റംബർ 6. ക്രാഷ് ലാൻഡ് ചെയ്ത സ്ഥലമാണ് തിരങ്ക. ക്രാഷ് ലാൻഡ് ചെയ്ത പോയിന്റിന്റെ പേരാണ് തിരങ്ക. ചാന്ദ്രയാൻ 2 വിക്ഷേപിക്കുന്ന സമയത്ത് ഇസ്രോയുടെ ചെയർമാൻ ISROയുടെ ചെയർമാനാണ് K. ശിവൻ. റോക്കറ്റ് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നതും K. ശിവൻ തന്നെയാണ്. റോക്കറ്റ് മാൻ ഓഫ് ഇന്ത്യ K. ശിവനാണ്. ചാന്ദ്രയാൻ 2ന്റെ മിഷൻ ഡയറക്ടർ ഋതു കരിതാൽ ആണ്. ഋതു കരിതാൽ. റോക്കറ്റ് വിമൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നതും ഋതു കരിതാൽ തന്നെയാണ്.
ചന്ദ്രയാൻ 2ന്റെ വിക്ഷേപണ വാഹനം GSLV മാർക്ക് 3 M1 ആണ്. വിക്ഷേപണ തീയതി 2019 ജൂലൈ 22 ആണ്. ക്രാഷ് ലാൻഡ് ചെയ്ത ദിവസം 2019 സെപ്റ്റംബർ 6 ആണ്. ക്രാഷ് ലാൻഡ് ചെയ്ത സ്ഥലത്തിന്റെ പേരാണ് തിരങ്ക. ചന്ദ്രയാൻ 2 വിക്ഷേപണ സമയത്തെ ISRO ചെയർമാൻ K ശിവനാണ്. മിഷൻ ഡയറക്ടർ ഋതു കരിതാലാണ്. റോക്കറ്റ് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് K ശിവനാണ്. റോക്കറ്റ് വിമൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ഋതു കരിതാലാണ്. അതോടൊപ്പം ചന്ദ്രയാൻ 1 കൂടി നമുക്കൊന്ന് നോക്കാം. ചന്ദ്രയാൻ 1 വിക്ഷേപണ തീയതി 2008 ഒക്ടോബർ 22 ആണ്. 2008 ഒക്ടോബർ 22 ആണ്. മൂൺ ഇമ്പാക്ട് പ്രോബ് ക്രാഷ് ലാൻഡ് ചെയ്ത ദിവസം, അതായത് ചന്ദ്രയാൻ 1 ക്രാഷ് ലാൻഡ് ചെയ്തത് 2008 നവംബർ 14 നവംബർ 14 ലാൻഡ് ചെയ്ത സ്ഥലത്തിന് നൽകിയ പേര് ജവഹർ പോയിന്റ് എന്നാണ്. ജവഹർ പോയിന്റ് എന്നാണ് ചന്ദ്രയാൻ 1 ലാൻഡ് ചെയ്ത സ്ഥലത്തിന് കൊടുത്തിരിക്കുന്ന പേര്. ചന്ദ്രയാൻ 2 ലാൻഡ് ചെയ്തത് എവിടെയാണ്? തിരങ്ക. ചന്ദ്രയാൻ 3യോ ശിവശക്തി പോയിന്റ്. കണക്ട് ചെയ്ത് പഠിക്കാം കേട്ടോ. ചന്ദ്രയാൻ 1 വിക്ഷേപണ തീയതി 2008 ഒക്ടോബർ 22, ക്രാഷ് ലാൻഡ് ചെയ്ത ദിവസം 2008 നവംബർ 14, ലാൻഡ് ചെയ്ത സ്ഥലത്തിന് നൽകിയ പേര് ജവഹർ പോയിന്റ്. നമുക്ക് ഒന്നുകൂടി പറഞ്ഞു വരാം. ആദിത്യ L1 മിഷനെ കുറിച്ചാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. ആദിത്യ L1 മിഷൻ വിക്ഷേപിച്ച തീയതി 2023 സെപ്റ്റംബർ 2 2023. വിക്ഷേപണ വാഹനം PSLV C-57. ആദിത്യ L1 മിഷന്റെ വിക്ഷേപണ വാഹനം PSLV C-57. പ്രൊജക്ട് ഡയറക്ടർ ആദിത്യ L1 മിഷന്റെ പ്രൊജക്ട് ഡയറക്ടറാണ് നിഗർ ഷാജി. മിഷൻ ഡയറക്ടർ SR ബിജു. ആദിത്യ L1 മിഷന്റെ മിഷൻ ഡയറക്ടർ SR ബിജു ആണ്. ലക്ഷ്യസ്ഥാനത്ത് എത്തിയ ദിവസം 2024 ജനുവരി 6. ലഗ്രാഞ്ചെ പോയിന്റ് 1ലേക്കുള്ള ദൂരം 15 ലക്ഷം കിലോമീറ്റർ ആണ്. 15 ലക്ഷം കിലോമീറ്റർ. ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് 2023 ജൂലൈ 14 ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് 2023 ജൂലൈ 14 ചന്ദ്രയാൻ 3ന്റെ വിക്ഷേപണ വാഹനം LMV-3 M4 ആണ്. LMV-3 M4. ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ ചന്ദ്രയാൻ 3 എത്തിയത് 2023 ഓഗസ്റ്റ് 5 2023 ഓഗസ്റ്റ് 5. ചന്ദ്രയാൻ 3 ലാൻഡ് ചെയ്ത ദിവസമാണ് 2023 ഓഗസ്റ്റ് 23. 2023 ഓഗസ്റ്റ് 23. ശിവശക്തി പോയിന്റ്. ചന്ദ്രയാൻ 3 ഇറങ്ങിയ സ്ഥലം. ചന്ദ്രയാൻ 3 ചന്ദ്രനെ സ്പർശിച്ച സ്ഥലത്തിന്റെ പേരാണ് ശിവശക്തി പോയിന്റ്. ചന്ദ്രയാൻ 2 ചന്ദ്രന്റെ ഉപരിതലത്തെ സ്പർശിച്ച സ്ഥലമാണ് തിരങ്ക. ചന്ദ്രയാൻ 3ൽ 7 പേലോഡുകളാണ് ഉണ്ടായിരുന്നത്. 7 പേലോഡുകൾ. ചന്ദ്രയാൻ 2 വിക്ഷേപണ വാഹനം GSLV മാർക്ക് 3 M1 ആണ്. ചന്ദ്രയാൻ 2ന്റെ വിക്ഷേപണ വാഹനം GSLV മാർക്ക് 3 M1 ആണ്. വിക്ഷേപണ തീയതി 2019 ജൂലൈ 22 ക്രാഷ് ലാൻഡ് ചെയ്ത ദിവസം 2019 സെപ്റ്റംബർ 6. ചന്ദ്രയാൻ 2ന്റെ വിക്ഷേപണ തീയതി 2019 ജൂലൈ 22 ക്രാഷ് ലാൻഡ് ചെയ്ത ദിവസം 2019 സെപ്റ്റംബർ 6 ക്രാഷ് ലാൻഡ് ചെയ്ത സ്ഥലത്തിന് നൽകിയ പേര് തിരങ്ക എന്നാണ്. ആ സമയത്തെ ISROയുടെ ചെയർമാൻ, ചന്ദ്രയാൻ 2 വിക്ഷേപണ സമയത്തെ ISROയുടെ ചെയർമാൻ K ശിവനാണ്. മിഷൻ ഡയറക്ടർ ഋതു കരിതാലാണ്. ചന്ദ്രയാൻ 2ന്റെ മിഷൻ ഡയറക്ടർ ഋതു കരിതാലാണ്. റോക്കറ്റ് മാൻ ഓഫ് ഇന്ത്യ K ശിവൻ. റോക്കറ്റ് വിമൻ ഓഫ് ഇന്ത്യ ഋതു കരിതാൽ. ഇനി ചന്ദ്രയാൻ 1. ചന്ദ്രയാൻ 1 വിക്ഷേപണ തീയതി 2008 ഒക്ടോബർ 22. 2008 ഒക്ടോബർ 22 ചന്ദ്രയാൻ 1 വിക്ഷേപിക്കുന്നത്. ക്രാഷ് ലാൻഡ് ചെയ്ത ദിവസം 14 നവംബർ 2008 ചന്ദ്രയാൻ 1 ക്രാഷ് ലാൻഡ് ചെയ്ത ദിവസം 2008 നവംബർ 14 ലാൻഡ് ചെയ്ത സ്ഥലത്തിന് നൽകിയ പേര് ജവഹർ പോയിന്റ് എന്നാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഗഗൻയാൻ കൂടെ നമുക്ക് ഇതോടൊപ്പം ചേർത്ത് പഠിക്കാം. ഗഗൻയാൻ ബഹിരാകാശത്ത് മനുഷ്യനെ എത്തിക്കുന്ന ISROയുടെ ദൗത്യമാണ് ഗഗൻയാൻ. ഇന്ത്യയുടെ ആദ്യ മാൻഡ് സ്പേസ് മിഷൻ ആണ് ഗഗൻയാൻ. 2018 ഓഗസ്റ്റ് 15 ഗഗൻയാൻ പദ്ധതി പ്രഖ്യാപിച്ചിട്ടുള്ളത്. 2018 കേട്ടോ ഗഗൻയാൻ പദ്ധതി പ്രഖ്യാപിച്ചിട്ടുള്ളത്. 2018 ഓഗസ്റ്റ് 15 ഗഗൻയാൻ പദ്ധതി പ്രഖ്യാപിച്ചിട്ടുള്ളത്. മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിച്ച മറ്റ് രാജ്യങ്ങളാണ് റഷ്യ, ചൈന, അമേരിക്ക എന്നിവ. മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിച്ച മറ്റു രാജ്യങ്ങളാണ് റഷ്യ, ചൈന, അമേരിക്ക എന്നിവ. ഗഗൻയാന്റെ വിക്ഷേപണ വാഹനം GSLV മാർക്ക് 3 ആണ്. GSLV മാർക്ക് 3 ആണ് ഗഗൻയാന്റെ വിക്ഷേപണ വാഹനം. ഗഗൻയാൻ മിഷനിൽ ഇന്ത്യയെ സഹായിക്കുന്ന രാജ്യങ്ങളാണ് ഫ്രാൻസും റഷ്യയും. ഗഗൻയാൻ മിഷനിൽ ഇന്ത്യയെ സഹായിക്കുന്ന രാജ്യങ്ങളാണ് ഫ്രാൻസും റഷ്യയും.
ഗഗൻയാൻ മിഷന്റെ പ്രൊജക്ട് ഡയറക്ടർ മലയാളിയായിട്ടുള്ള ആർ ഹട്ടനാണ്. ഹട്ടനാണ് ഗഗൻയാൻ പദ്ധതിയുടെ പ്രൊജക്ട് ഡയറക്ടർ. ഗഗൻയാൻ പദ്ധതിയുടെ നടത്തിപ്പിനായി ISRO രൂപീകരിച്ച സ്ഥാപനമാണ് HFC അല്ലെങ്കിൽ ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് സെന്റർ. ബാംഗ്ലൂരിലാണ് കേട്ടോ HFC. ഗഗൻയാൻ പദ്ധതിയുടെ നടത്തിപ്പിനായി ISRO രൂപീകരിച്ച സ്ഥാപനമാണ് ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് സെന്റർ. HSFC. ഗഗൻയാൻ പദ്ധതിയുടെ നടത്തിപ്പിനായി ISRO രൂപീകരിച്ച സ്ഥാപനമാണ് HSFC, ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് സെന്റർ. ബാംഗ്ലൂരിലാണ് കേട്ടോ HSFC. ഗഗൻയാൻ പദ്ധതിയുടെ നടത്തിപ്പിനായി ISRO രൂപീകരിച്ച സ്ഥാപനമാണ് ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് സെന്റർ. ഗഗൻയാൻ പദ്ധതിക്ക് നേതൃത്വം കൊടുക്കുന്ന മലയാളി ശാസ്ത്രജ്ഞയാണ് VR ലളിതാംബിക. ഗഗൻയാൻ പദ്ധതിക്ക് നേതൃത്വം കൊടുക്കുന്ന മലയാളി ശാസ്ത്രജ്ഞയാണ് VR ലളിതാംബിക. ഗഗൻയാൻ പദ്ധതിക്ക് നേതൃത്വം കൊടുക്കുന്ന മലയാളി ശാസ്ത്രജ്ഞയാണ് VR ലളിതാംബിക. ഗഗൻയാൻ മിഷനിൽ ഉപയോഗിക്കുന്ന റോബോട്ട്. ഗഗൻയാൻ മിഷനില് ISRO ബഹിരാകാശത്തേക്ക് യാത്രകൾക്ക് മനുഷ്യന് പകരം അയക്കുന്ന പകുതി മനുഷ്യ രൂപമുള്ള ഒരു റോബോട്ട് ഉണ്ട്. അതാണ് വ്യോമമിത്ര. ഗഗൻയാൻ മിഷനിൽ ഉപയോഗിക്കുന്ന റോബോട്ടിന്റെ പേരാണ് വ്യോമമിത്ര. വ്യോമമിത്രയെ വികസിപ്പിച്ചത് തിരുവനന്തപുരത്തുള്ള ISROയുടെ ഇനേർഷ്യൽ സിസ്റ്റം യൂണിറ്റ് ആണ്. ISROയുടെ ഇനേർഷ്യൽ സിസ്റ്റം യൂണിറ്റ് തിരുവനന്തപുരമാണ് വ്യോമമിത്രയെ വികസിപ്പിച്ചെടുത്തിട്ടുള്ളത്. ഗഗൻയാൻ മിഷൻ ബഹിരാകാശത്ത് മനുഷ്യനെ എത്തിക്കുന്ന ISROയുടെ ദൗത്യം. ഇന്ത്യയുടെ ആദ്യ മാൻഡ് സ്പേസ് മിഷനാണ് ഗഗൻയാൻ. 2018 ഓഗസ്റ്റ് 15-നാണ് ഗഗൻയാൻ പദ്ധതി പ്രഖ്യാപിച്ചത്. മനുഷ്യനെ ബഹിരാകാശത്തേക്ക് എത്തിച്ച മറ്റ് രാജ്യങ്ങളാണ് റഷ്യ, ചൈന, അമേരിക്ക എന്നിവ. ഗഗൻയാന്റെ വിക്ഷേപണ വാഹനം GSLV Mark 3 ആണ്. ഗഗൻയാന്റെ വിക്ഷേപണ വാഹനം. ഗഗൻയാൻ മിഷനിൽ ഇന്ത്യയെ സഹായിക്കുന്ന രാജ്യങ്ങളാണ് ഫ്രാൻസും റഷ്യയും. ഗഗൻയാൻ മിഷന്റെ പ്രൊജക്ട് ഡയറക്ടറാണ് ആർ ഹട്ടൻ. ഗഗൻയാൻ പദ്ധതിയുടെ നടത്തിപ്പിനായി ISRO രൂപീകരിച്ച സ്ഥാപനമാണ് ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് സെന്റർ. ഗഗൻയാൻ പദ്ധതിക്ക് നേതൃത്വം കൊടുക്കുന്ന മലയാളി ശാസ്ത്രജ്ഞയാണ് VR ലളിതാംബിക. ഗഗൻയാൻ മിഷനിൽ ഉപയോഗിക്കുന്ന റോബോട്ടിന്റെ പേരാണ് വ്യോമമിത്ര. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്താനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും തന്നെ നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പരീക്ഷ അടുത്തെത്തി. അപ്പോൾ എല്ലാവരും ആത്മവിശ്വാസത്തോടുകൂടി പരീക്ഷയെ നേരിടാനായിട്ട് തയ്യാറെടുക്കുക. നമ്മുടെ ക്ലാസ്സുകൾ എല്ലാവരും പരമാവധി പ്രയോജനപ്പെടുത്തുക. കൂടുതൽ ചോദ്യങ്ങൾ വർക്കൗട്ട് ചെയ്യുക. പഠിച്ചത് വീണ്ടും റിവൈസ് ചെയ്യുക. അതുപോലെ നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക. പരമാവധി നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഇത് ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ്സ് ആയിട്ട് രേഖപ്പെടുത്തുകയും ചെയ്യുക കേട്ടോ. പിന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഇതുവരെയും ജോയിൻ ചെയ്തിട്ടില്ലാത്തവർ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മുടെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സും നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള PDFസും എല്ലാ കാര്യങ്ങളും തന്നെ നമ്മൾ ഷെയർ ചെയ്യുന്നത് ടെലിഗ്രാം വഴിയായിരിക്കും. അപ്പോൾ നിങ്ങൾ ടെലിഗ്രാമിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് അപ്പോൾ തന്നെ അപ്ഡേറ്റ്സ് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ലാത്തവർ ജോയിൻ ചെയ്യാം. ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യാനായിട്ടുള്ള ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. അല്പാൽപ്പായിട്ടാണെങ്കിലും എല്ലാ ദിവസവും പഠിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.